Now let us turn to Acts chapter 19. നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. Now we see Paul in Ephesus. ഇവിടെ പൗലോസിനെ എഫെസസിൽ കാണുന്നു. Now Ephesus was a very idolatrous city. എഫെസസ് വളരെ വിഗ്രഹാരാധന നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. Wherever the blood of Jesus Christ is preached, യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് എവിടെയൊക്കെ പ്രസംഗിച്ചാലും the demons run away. പിശാചുക്കൾ ഓടിപ്പോകുന്നു. When I was a boy, still an unconverted boy, ഞാനൊരു മാനസാന്തരപ്പെടാത്ത ബാലനായി ഇരുന്നപ്പോൾ I saw one of the first converts in the revival which broke out in my father's എന്റെ life. പിതാവിന്റെ ഉണർവ് ശുശ്രൂഷയിൽ ആദ്യം മാനസാന്തരപ്പെട്ട വ്യക്തികളെ ഞാൻ കണ്ടു. The whole church was weeping, confessing their sins. സഭ മുഴുവനും കരഞ്ഞുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുകയായിരുന്നു. You can never have peace without the Prince of Peace. സമാധാന പ്രഭു ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. What is the Lord crying tonight for Nagaland? ഇന്ന് രാത്രി നാഗാലാൻഡിനായി കർത്താവ് എന്താണ് കരയുന്നത്? The devil is crying, let the murders go on. പിശാചുകൾ കരയുന്നത് കൊലപാതകം നടന്നുകൊണ്ടിരിക്കട്ടെ, Let the shootings go on. വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കട്ടെ, Let AK-47s be sold in every street. എല്ലാ തെരുവിലും AK-47 വിൽക്കപ്പെടട്ടെ. Let me steal, kill and destroy. ഞാൻ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യട്ടെ. Yes, അതെ, that's what the devil is saying. അതാണ് പിശാച് പറയുന്നത്. You are in this meeting, നിങ്ങൾ ഈ മീറ്റിംഗിൽ but ഇരിക്കുന്നു, what is your heart saying? എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത്? Lord Jesus, കർത്താവായ യേശുവേ, give us repentance. ഞങ്ങൾക്ക് അനുതാപം നൽകണമേ. Let not the devils cry out, who are you? Who are you? പിശാചുകൾ നീ ആര് എന്ന് പറയരുത്. You are no Christian. നീ ഒരു ക്രിസ്ത്യാനിയല്ല, You are a deceiver. നീ ഒരു വഞ്ചകനാണ്, You are a humbug. നീ ഒരു തട്ടിപ്പുകാരനാണ്, You are an adulterer. നീ ഒരു വ്യഭിചാരിയാണ്. Who are you? നീ ആരാണ്? My beloved people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, when Paul took up this case, പൗലോസ് ഇക്കാര്യം ഏറ്റെടുത്തപ്പോൾ you know, these men ran away from these demon-possessed men, wounded. ഈ മനുഷ്യർ ദുരാത്മാവുള്ള മനുഷ്യരിൽ നിന്നും മുറിവേറ്റവരായി ഓടിപ്പോയി. 17th verse. 17-ാം വാക്യം. This was known to all the Jews and Greeks also dwelling at Ephesus. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. And fear fell on all of them. The name of the Lord Jesus was magnified. അവർക്കൊക്കെയും ഭയം തട്ടി, കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. You see, that's what happens when Jesus is working. യേശു പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. How many of you know the last verse of the book of Acts? The book of Mark. Gospel of Mark. മാർക്കോസ് സുവിശേഷത്തിന്റെ അവസാന വാക്യം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം? I wonder if you know what it says. അതെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? And they went forth, അവർ പുറപ്പെട്ടു, preached everywhere, എല്ലായിടത്തും പ്രസംഗിച്ചു, the Lord working with them and confirming the word with signs following. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. Lord working with them. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, are you going to be like Cain? നിങ്ങൾ കയീനെ പോലെ ഇരിക്കുവാൻ പോവുകയാണോ? Cain was asked by God, where is your brother? കയീനോട് ദൈവം നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചു. And he said, I know not. അവൻ പറഞ്ഞു, എനിക്കറിയില്ല, I know not. എനിക്കറിയില്ല. And God said to him, ദൈവം അവനോട് പറഞ്ഞു, your brother's blood is calling me from the crying from the ground. നിന്റെ സഹോദരന്റെ രക്തം എന്നെ നോക്കി ഭൂമിയിൽ നിന്നും നിലവിളിക്കുന്നു. I do not know how many people's blood
is crying to God. എത്ര ആളുകളുടെ രക്തം ദൈവത്തെ നോക്കി കരയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. The blood of little children crying to God. കൊച്ചു കുട്ടികളുടെ രക്തം ദൈവത്തെ നോക്കി കരയുന്നു. As I have preached in this area, ഞാൻ ഈ പ്രദേശത്ത് പ്രസംഗിച്ചു it കൊണ്ടിരിക്കുകയാണ്. has hurt me very deeply. അത് എന്നെ വളരെ ആഴമായി When വേദനിപ്പിച്ചിരിക്കുന്നു. I heard and saw that mothers with little babies and the babies were killed in the mother's arms. മാതാക്കളെയും അവരുടെ കൊച്ചു കുട്ടികളെയും അവരുടെ കൈകളിൽ തന്നെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ, In the name of tribalism, വംശീയതയുടെ നാമത്തിൽ, I belong to the tribe of Jesus. ഞാൻ യേശുവിന്റെ ഗോത്രത്തിൽപ്പെട്ടവനാണ്. There are only two tribes in the world. ഈ ലോകത്തിൽ രണ്ട് ജാതികൾ മാത്രമേ ഉള്ളൂ. Sons of God, ദൈവമക്കൾ. as many as received him, അവനെ കൈക്കൊണ്ട് they are the sons of അവന്റെ നാമത്തിൽ God. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. And the other tribe, മറ്റേ ഗോത്രം, you are of your father the devil. നിങ്ങൾ പിശാചി എന്ന പിതാവിന്റെ മക്കൾ. Lusts of your father will you do. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും He ഇച്ഛിക്കുന്നു. was a murderer from the beginning, and you're still murdering. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു, ഇപ്പോഴും നിങ്ങൾ കുല ചെയ്യുന്നു. The blood of little children is crying out to God. കൊച്ചു കുട്ടികളുടെ രക്തം ദൈവത്തിങ്കലേക്ക് നോക്കി കരയുന്നു. Oh, my beloved people, ഓ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, is our heart become worse than the rocks around Calvary? നമ്മുടെ ഹൃദയങ്ങൾ കാൽവറിയിലെ പാറകളെക്കാളും കഠിനമായി പോയോ? The rocks around Calvary were rent. കാൽവറിയിലെ പാറകൾ തകർന്നു. The earth shook. ഭൂമി കുലുങ്ങി. The sun was darkened. സൂര്യൻ ഇരുണ്ടുപോയി. It could not bear to see its creator hanging on the cross. തന്റെ സ്രഷ്ടാവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുവാൻ അതിന് കഴിഞ്ഞില്ല. But is your heart become so hard? എന്നാൽ നിങ്ങളുടെ ഹൃദയം ഇത്രയും കഠിനമായി പോയോ? Harder than the rocks around Calvary. കാൽവറിയുടെ പാറകളെക്കാളും കഠിനമായി പോയോ? Oh, my beloved people, ഓ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, the Lord will give you broken spirit. കർത്താവ് നിങ്ങൾക്ക് ഒരു തകർന്ന ആത്മാവ് നൽകും. This cannot go on. ഇങ്ങനെ തുടരാൻ പാടില്ല. In Jesus' name, these evil spirits must leave Nagaland. യേശുവിന്റെ നാമത്തിൽ ഈ അശുദ്ധാത്മാക്കൾ നാഗാലാൻഡിനെ വിട്ടു പോകണം. Murdering spirits, ഈ കൊല these ചെയ്യുന്ന stealing ആത്മാക്കൾ, spirits, മോഷ്ടിക്കുന്ന ആത്മാക്കൾ, this drug-running spirits. മയക്കമരുന്ന് കൊണ്ട് നടന്നു നിൽക്കുന്ന ആത്മാക്കൾ. A communist was listening to my radio message. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്റെ റേഡിയോ പ്രഭാഷണം He കേൾക്കുകയായിരുന്നു. wrote to me a letter. അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതി. He said, അദ്ദേഹം പറഞ്ഞു, you know, he asked me for something in അദ്ദേഹം his തന്റെ letter, കത്തിൽ എന്തോ എന്നോട് but he ചോദിച്ചിരുന്നു. said, I know that no radio speaker will reply unless we send money. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം ഒരു റേഡിയോ പ്രഭാഷകനും പണം ഞങ്ങൾ അയച്ചില്ല എങ്കിൽ മറുപടി നൽകിയില്ല എന്ന്. I said, no, that's not true. ഞാൻ പറഞ്ഞു, ഇല്ല, അത് സത്യമല്ല. I replied him. ഞാൻ മറുപടി അയച്ചു. I said, you come and examine my life. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് എന്റെ ജീവിതം പരിശോധിച്ചോളൂ, Come and live with me. എന്നോട് കൂടെ വന്ന് താമസിച്ചോളൂ. And oh, when he was with me, the devil would tell him, kill yourself, kill yourself. അവൻ എന്റെ കൂടെ താമസിക്കുമ്പോൾ പിശാച് അവനോട് പറയും, ആത്മഹത്യ ചെയ്യൂ, ആത്മഹത്യ ചെയ്യൂ. And he said to me, അദ്ദേഹം എന്നോട് പറഞ്ഞു, it was my ambition to kill the police, പോലീസുകാരെ കൊല്ലണമെന്നത് എന്റെ വാഞ്ചയായിരുന്നു, and to kill my mother and sister. അമ്മയെയും സഹോദരിമാരെയും കൊല്ലണമെന്ന്. What is that spirit? അതെന്തൊരു ആത്മാവാണ്? It is the spirit of the devil. അത് പിശാചിന്റെ ആത്മാവാണ്. So what happened here? അങ്ങനെ ഇവിടെ എന്ത് സംഭവിച്ചു? When these evil spirits were, you know, when they tore these men
and they had to run away naked. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. The fear of God came upon everybody. ദൈവഭയം എല്ലാവരുടെ മേലും വന്നു. Now I was preaching in South America, ഞാൻ തെക്കൻ അമേരിക്കയിൽ പ്രസംഗിക്കുകയായിരുന്നു. in a place which was full of evil spirits. ദുരാത്മാക്കളാൽ നിറഞ്ഞ ഒരു സ്ഥലം. And a young woman came to me. അവിടെ ഒരു യുവ സ്ത്രീ എന്റെ അടുക്കൽ വന്നു. Her husband was a government official. അവളുടെ ഭർത്താവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. And he said, I've taken my wife to so many preachers. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ പല പ്രസംഗകരുടെ അടുക്കലും കൊണ്ടുപോയിട്ടുണ്ട്. And they did this and that with her. അവർ അവൾക്കായി ഇതും അതും ചെയ്തു. In fact, they increased the sufferings of my wife. ശരിക്കും എന്റെ ഭാര്യയുടെ കഷ്ടപ്പാടുകൾ അവർ വർദ്ധിപ്പിക്കുകയായിരുന്നു. I said, okay, you bring her ഞാൻ for പറഞ്ഞു, prayer. അവളെ എന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരിക. The missionary doctor, the missionary whom we had sent to that country was there ഞങ്ങൾ in the അവിടേക്ക് same അയച്ചിരുന്ന room. മിഷണറി ഡോക്ടർ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. Suddenly the evil spirit came out of this woman. പെട്ടെന്ന് ആ ദുരാത്മാവ് ആ സ്ത്രീയിൽ നിന്നും പുറത്തു വന്നു. Beautiful young woman. വളരെ സൗന്ദര്യമുള്ള ഒരു യുവതി. And the evil spirit said, ആ ദുഷ്ടാത്മാവ് we പറഞ്ഞു, will not go. ഞങ്ങൾ പോകില്ല. We have been in this woman very long. ഈ സ്ത്രീയിൽ ഞങ്ങൾ വളരെ കാലമായി താമസിക്കുന്നു. It is very warm in her womb. അവളുടെ ഗർഭപാത്രത്തിൽ ഇളം ചൂടുണ്ട്. We have come from the cold ocean. ഞങ്ങൾ തണുത്ത സമുദ്രത്തിൽ നിന്നും വന്നിരിക്കുന്നു. And we won't go. ഞങ്ങൾ പോകില്ല. I said, ഞാൻ പറഞ്ഞു, no more of your tricks. ഇനിയും നിന്റെ കളികൾ ഒന്നും വേണ്ട. You have to go in Jesus' name. യേശുവിൻ നാമത്തിൽ നീ പോയേ തീരൂ. The devil left. പിശാച് അവളെ വിട്ടുപോയി. She went and told her friend. അവൾ പോയി അവളുടെ സുഹൃത്തിനോട് പറഞ്ഞു. Her friend was from a Hindu അവളുടെ family. സുഹൃത്ത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. എന്നാൽ That girl said, ആ പെൺകുട്ടി പറഞ്ഞു, I could not work for 9 years. എനിക്ക് 9 കൊല്ലങ്ങളായി വേല ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. Because every full moon and new moon I will remove all my കാരണം clothes. ഓരോ പൗർണമിയിലും ഓരോ അമാവാസിയിലും എന്റെ വസ്ത്രമെല്ലാം അഴിച്ചു കളയുമായിരുന്നു. Of course, in Jesus' name I prayed for her. ഞാൻ അവൾക്കായി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു. She was healed. അവൾ സൗഖ്യം പ്രാപിച്ചു. And her whole family, who were Hindu bhaktas, very devout worshippers വിഗ്രഹങ്ങളുടെ of വളരെ idols, ശുഷ്കാന്തിയുള്ള ഹൈന്ദവ ഭക്തന്മാർ ആയിരുന്ന അവളുടെ മുഴു they കുടുംബവും turned to the Lord. അവർ കർത്താവിലേക്ക് She തിരിഞ്ഞു. went back to work. അവൾ വീണ്ടും വേല ചെയ്യുവാൻ പോയി. See, my dear friends, ശ്രദ്ധിക്കുക എന്റെ പ്രിയ സുഹൃത്തുക്കളെ, can you give me the number of young people that have been destroyed by the devil in Nagaland? പിശാചിനാൽ നാഗാലാൻഡിൽ നശിപ്പിക്കപ്പെട്ട യുവാക്കളുടെ സംഖ്യ നിങ്ങൾ എനിക്ക് നൽകുവാൻ കഴിയുമോ? Their education അവരുടെ destroyed, വിദ്യാഭ്യാസം drugs നശിച്ചുപോയി, destroyed their years, മയക്കുമരുന്ന് അവരുടെ സംവത്സരങ്ങളെ നശിപ്പിച്ചു. and then they were recruited to do evil. പിന്നീട് ദുഷ്ടത ചെയ്യുവാനായി അവർ നിയമിക്കപ്പെട്ടു. When money begins to speak, there will be no morality. പണം സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ സദാചാരം ഉണ്ടാകില്ല. All over the world, ലോകമെമ്പാടും people say, ആളുകൾ പറയുന്നു, money speaks, money speaks. പണം സംസാരിക്കുന്നു, പണം സംസാരിക്കുന്നു. When I heard this phrase first in America, അമേരിക്കയിൽ ഞാൻ ഈ പദം ആദ്യം I കേട്ടപ്പോൾ said, I never knew that money speaks. ഞാൻ പറഞ്ഞു, പണം സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നു. Does money speak to you that you go and do evil? പണം നിങ്ങളോട് സംസാരിക്കുന്നതിനാലാണോ നിങ്ങൾ പോയി തിന്മ ചെയ്യുന്നത്? You know, after these demons left, ഈ ദുരാത്മാക്കൾ വിട്ടുപോയതിനു ശേഷം what happened? എന്ത് സംഭവിച്ചു? Many of them believed. 18th verse. 18-ാം വാക്യം,
They confessed and showed their deeds. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞു അറിയിച്ചു. My dear friends, you can see this എന്റെ little പ്രിയ book. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കൊച്ചു പുസ്തകം കാണുന്നു. It was printed for South ഇത് America. തെക്കൻ അമേരിക്കയ്ക്ക് വേണ്ടി പ്രിന്റ് ചെയ്യപ്പെട്ടതാണ്. How beautiful is the ഇതിന്റെ കളർ color. എന്ത് ഭംഗിയായിരിക്കുന്നു. This is the flag. This is the flag of Guyana, South America. തെക്കേ അമേരിക്കയുടെ ഗയാനയുടെ പതാകയാണ്. And it has a lovely cover. ഇതിന് നല്ല ഒരു കവറുണ്ട്. Many Christians want a lovely cover. പല ക്രിസ്ത്യാനികളും ഒരു നല്ല കവറാണ് ആഗ്രഹിക്കുന്നത്. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, a cover is provided by the tailor, തയ്യക്കാരാണ് നല്ല കവർ തരുന്നത്. by the beautician. ബ്യൂട്ടീഷ്യന്മാരും. അതിനാൽ എന്നാൽ when we look at you, ഞങ്ങൾ നിങ്ങളെ കാണുമ്പോൾ your inner condition should be so beautiful that you don't need a great paint on your cover. നിങ്ങൾക്ക് ഒരു പെയിന്റിങ്ങോ കവറോ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആന്തരിക അവസ്ഥ വളരെ മനോഹരമായിരിക്കണം. Today we are all cover up. ഇന്ന് നാം എല്ലാം മൂടി മറയ്ക്കുന്നവരാണ്. Nothing inside. ഉള്ളിൽ ഒന്നുമില്ല. No purity inside. ഉള്ളിൽ വിശുദ്ധിയില്ല. No prayer life inside. ഉള്ളിൽ പ്രാർത്ഥനാ ജീവിതമില്ല. Oh my beloved ഓ people. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, These men believed and confessed and showed their deeds. ഈ ജനങ്ങൾ വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, അവരുടെ പ്രവൃത്തികൾ കാണിച്ചു. I see many people returning stolen things. അനേകം ആളുകൾ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ കാണുന്നു. And they brought all their magical books and other things. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവരുന്നു. And they bonfired it. They burnt it. എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. I do not know if in these parts there are any of those old curious hearts, those deceitful spirits. ഈ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ക്ഷുദ്രപ്രയോഗം വഞ്ചകാത്മകമായ ആത്മാക്കൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. You know, if you preach the blood of Jesus, these demons run away. നിങ്ങൾ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഈ ദുരാത്മാക്കൾ ഓടിപ്പോകുന്നു. But people are preaching today, be good, be nice, be fine, join some political party, and that kind എന്നാൽ of ഇന്ന് ആളുകൾ rubbish. പ്രസംഗിക്കുന്നത് നല്ലവനായിരിക്കുക, നന്നായി പെരുമാറുക, നന്നായിരിക്കുക, നല്ല ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ചേരുക, അതുപോലുള്ള കുപ്പ. Or be my disciple. അല്ലെങ്കിൽ എന്റെ ശിഷ്യനാകുക. I will never ask anybody to be my disciple. എന്റെ ശിഷ്യനാകുവാൻ ഞാൻ ആരോടും ഒരിക്കലും പറയില്ല. I am a disciple of ഞാൻ Jesus. യേശുവിന്റെ ശിഷ്യനാണ്. I can only ask people, follow Jesus, follow Jesus. യേശുവിനെ അനുഗമിക്കുവാൻ മാത്രമേ എനിക്ക് ആളുകളോട് പറയുവാൻ കഴിയുള്ളൂ. So what happened? അതിനാൽ എന്ത് സംഭവിച്ചു? 50,000 pieces of silver worth of these curious idols and others were burned. 50,000 വെള്ളിക്കാശ് വില വരുന്ന ക്ഷുദ്രപ്രയോഗ വിഗ്രഹങ്ങളെയും മറ്റു സാധനങ്ങളെയും അവർ കത്തിച്ചു കളഞ്ഞു. 20th verse. 20-ാം വാക്യം. So mightily grew the word of God and prevailed. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. Oh, I like ഓ, ഈ that. ഭാഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. So mightily grew the word of God. കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. You know, 40 minutes singing 40 മിനിറ്റ് പാട്ട്, and 15 minutes preaching. 15 മിനിറ്റ് പ്രസംഗം. Where do you get that? അത് എവിടുന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? From the worldly churches in America. അമേരിക്കയിലെ ലൗകിക സഭകളിൽ നിന്നും. What should come first in the church? സഭയിൽ എന്താണ് ആദ്യം വരേണ്ടത്? The word of God. ദൈവവചനം. Thus said the Lord. കർത്താവിന്റെ അരുളപ്പാട്. This is what God said. ഇതാണ് ദൈവം പറയുന്നത്. No word of God. ദൈവവചനമില്ല. Nice talk. നല്ല സംസാരം.
sometimes repeating what one saw in a movie house. ചിലപ്പോൾ സിനിമ I കണ്ടതിനെ went to കുറിച്ചുള്ള the movies yesterday, സംസാരമായിരിക്കും. and there was a nice picture. Is that what you should bring to the pulpit? ഞാൻ ഇന്നലെ ഒരു സിനിമ കാണുവാൻ പോയി. നല്ല സിനിമയായിരുന്നു. ഇതാണോ നിങ്ങൾ പ്രസംഗവേദിയിലേക്ക് കൊണ്ടുവരേണ്ടത്? I don't know what is happening, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. but let me tell you, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, here in this heathen city of Ephesus, വിഗ്രഹാരാധന നിറഞ്ഞ ഈ പട്ടണമായ എഫെസസിൽ the word of God grew mightily. ദൈവത്തിന്റെ വചനം ശക്തിയോടെ വളർന്ന് പ്രബലപ്പെട്ടു. Is the word of God growing in Nagaland? നാഗാലാൻഡിൽ ദൈവത്തിന്റെ വചനം വളരുന്നുണ്ടോ? Has the word of God penetrated the secretariat in Nagaland? നാഗാലാൻഡിലെ സെക്രട്ടേറിയറ്റിലെ അത് തുളച്ചു കയറിയിട്ടുണ്ടോ? So that there is no more corruption, no more bribery. ആയതിനാൽ അഴിമതിയും കൈക്കൂലിയും ഇല്ലാതിരിപ്പാനായി. Is the word of God growing in your family? ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൽ വളരുന്നുണ്ടോ? Is the word of God growing till it reaches Delhi? ഡൽഹിയിൽ എത്തുന്നത് വരെ വചനം വളരുന്നുണ്ടോ? So mightily grew the word of God and prevailed. ദൈവത്തിന്റെ വചനം വളരെ ശക്തിയോടെ വളർന്ന് പ്രബലപ്പെട്ടു. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, the kingdoms of this world will not ഈ remain. ലോകത്തിന്റെ രാജ്യങ്ങൾ അവശേഷിക്കില്ല. The parties in this country won't be ഈ there. ദേശത്തിന്റെ കക്ഷികൾ അവശേഷിക്കില്ല. Your political boundaries will not be there. They will be erased. നിങ്ങളുടെ രാഷ്ട്രീയ അതിർത്തികൾ ഉണ്ടാകില്ല. അത് തുടച്ചു കളയപ്പെടും. Tribalism will not be there in the kingdom of Jesus. യേശുവിന്റെ രാജ്യത്തിൽ വംശീയത ഉണ്ടാകില്ല. If you are not able to love your neighbor as yourself, നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, whether it is your neighboring states or whether it is China or Burma, നിങ്ങളുടെ അയൽവക്കത്തെ സംസ്ഥാനങ്ങളായാലും ചൈന അല്ലെങ്കിൽ ഒക്ലഹോമ ആയാലും, I want to tell ഞാൻ you, നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, your soul is in great നിങ്ങളുടെ danger. ആത്മാവ് വലിയ അപകടത്തിലാണ്. When Jesus was asked, what shall I do to inherit eternal life? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ He quoted these two scriptures. അവൻ രണ്ട് തിരുവെഴുത്ത് ഉദ്ധരിച്ചു. Love the Lord your God with all your heart, with all your soul, with all your mind, with നിന്റെ all your ദൈവമായ strength. യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. And love your neighbor as yourself. അതേപോലെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. If you don't do that, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ you will never have eternal life. നിങ്ങൾക്ക് ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയില്ല. Oh, it's a serious matter. ഇതൊരു ഗുരുതരമായ കാര്യമാണ്. Oh, I love all people. ഓ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. When I preach in Africa, ഞാൻ ആഫ്രിക്കയിൽ or പ്രസംഗിക്കുമ്പോൾ, whether I preach in the islands of the Caribbean, അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളിൽ പ്രസംഗിക്കുമ്പോൾ, wherever, എവിടെയായാലും God gives me love. ദൈവം എനിക്ക് സ്നേഹം നൽകുന്നു. That is what God gives. അതാണ് ദൈവം നൽകുന്നത്. God is love. ദൈവം സ്നേഹമാണ്. If you want to tell me God is the gun, no, I won't take it. ദൈവം ഒരു തോക്കാണെന്ന് നിങ്ങൾ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അത് അംഗീകരിക്കില്ല. God is love. ദൈവം സ്നേഹമാകുന്നു. And the Holy Spirit sheds abroad this love in our heart. പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നു. Let us നമുക്ക് pray. പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. This is a very solemn ഇത് moment. വളരെ ഗൗരവമായ ഒരു സമയമാണ്. In a few moments, we'll send you home. അല്പനേരത്തിനുള്ളിൽ ഞങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. Tell God in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയുക, Oh God of love. സ്നേഹവാനായ ദൈവമേ, Oh God of holiness. വിശുദ്ധനായ ദൈവമേ, Come into my എന്റെ life. ജീവിതത്തിലേക്ക് കടന്നു വരണമേ. Oh God of holiness. വിശുദ്ധനായ ദൈവമേ,
God the Holy Spirit, പരിശുദ്ധാത്മാവാം ദൈവമേ, Holy Spirit, പരിശുദ്ധാത്മാവേ, come into my എന്റെ life, ജീവിതത്തിലേക്ക് കടന്നു വരണമേ, come into my eyes, എന്റെ കണ്ണുകളിലേക്ക് കടന്നു വരണമേ, come into my എന്റെ thoughts, ചിന്തകളിലേക്ക് കടന്നു വരണമേ, come into my എന്റെ family. കുടുംബത്തിലേക്ക് കടന്നു വരണമേ. I don't want the devils to sit around my family. എന്റെ കുടുംബത്തിന്റെ ചുറ്റും പിശാചുകൾ ഇരുന്ന് ചിരിക്കരുതേ. I don't want the devils to sit around my living room and say, സ്വീകരണ മുറിയുടെ ചുറ്റും പിശാചുകൾ ഇരുന്ന് പറയരുത്. Jesus we know, Paul we know, but who are you? യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നീ ആര്? I want to tell the devil I am a child of Jesus ഞാൻ Christ, യേശുക്രിസ്തുവിന്റെ പൈതലാണ് എന്ന് പിശാചിനോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. washed in the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ I കഴുകപ്പെട്ടവൻ. want to tell the devil my name is written in the book of life. ജീവപുസ്തകത്തിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പിശാചിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. I want to tell the devil the Spirit of God witnesseth with my spirit that I am a ഞാൻ son ദൈവത്തിന്റെ and മകനാണ്, daughter of മകളാണ് God. എന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് ഞാൻ പിശാചിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. I want to turn the laugh of the devil into weeping. പിശാചിന്റെ ചിരി ഞാൻ കരച്ചിലായി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. I don't want him to sit and laugh at me anymore. എന്നെ നോക്കി അവൻ ഇനിയും ചിരിക്കരുതേ. Forgive me, Lord Jesus. കർത്താവായ യേശുവേ എന്നോട് ക്ഷമിക്കണമേ. Forgive Nagaland, കർത്താവായ Lord യേശുവേ Jesus. നാഗാലാൻഡിനോട് ക്ഷമിക്കണമേ. Forgive the blood that has been shed, which is crying out to you. ഇവിടെ ചൊരിയപ്പെട്ട രക്തം നിന്റെ സന്നിധിയിൽ കരയുന്നു, ക്ഷമിക്കണമേ. Oh, forgive us, Lord ഓ Jesus, കർത്താവായ യേശുവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. and wash us in your holy നിന്റെ blood. വിശുദ്ധ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. Give us a revival that will clean us up, Lord ഞങ്ങളെ Jesus. വെടിപ്പാക്കുവാൻ കർത്താവായ യേശുവേ ഒരു ഉണർവ് നൽകണമേ. The word of God must grow mightily here till it spreads to Delhi and to Afghanistan. ദൈവത്തിന്റെ വചനം വളർന്ന് അത് ഡൽഹിയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിക്കണമേ. To China and to Malaysia. ചൈനയിലേക്കും മലേഷ്യയിലേക്കും. So mightily grew the word of God. അങ്ങനെ ദൈവവചനം വ്യാപിച്ചു. Help us, Lord Jesus. കർത്താവായ യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. Receive us, Lord Jesus. കർത്താവായ യേശുവേ ഞങ്ങളെ കൈക്കൊള്ളണമേ. അർഹതയില്ലാത്ത അശുദ്ധരായവരെ, ദുഷ്ടർ, Wash us, Lord Jesus. കർത്താവായ യേശുവേ ഞങ്ങളെ കഴുകണമേ. Dear Lord, പ്രിയ കർത്താവേ, send these people with your touch. ഈ പ്രിയപ്പെട്ടവരെ നിന്റെ സ്പർശനത്തോടു കൂടെ അയക്കണമേ. Teach them to pray. പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിക്കണമേ. Let them never be ashamed of you or of your word. നിന്നെയോ നിന്റെ വാക്കിനെയോ ഓർത്ത് അവർ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. Let all idolatry cease in Nagaland and around എല്ലാ Nagaland. വിധമായ വിഗ്രഹാരാധനയും നാഗാലാൻഡിലും നാഗാലാൻഡിന്റെ ചുറ്റും അവസാനിക്കട്ടെ. And all the spirits of destruction and death flee from എല്ലാ Nagaland. നശിപ്പിക്കുന്ന ആത്മാക്കളും മരണത്തിന്റെ ആത്മാക്കളും നാഗാലാൻഡിൽ നിന്നും ഓടിപ്പോകട്ടെ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' name. യേശുവിൻ നാമത്തിൽ Amen. ആമേൻ.